ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡെയിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ദിവസത്തെ വ്ലോഗ് നമുക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഉള്ളത് കിച്ചണിലാണ്. കിച്ചണിലെ ബാക്ക് സൈഡിലായിട്ടാണ്. ഇവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ. ആൻഡ് ഇത് കിച്ചണിലെ ഔട്ടറിലായിട്ടുള്ള ഒരു കിച്ചണായിട്ട് വരും. ഇവിടെ നമ്മൾ മെയിനായിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, പുകയില്ലാത്ത അടുപ്പിനെ നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഉമ്മയുടെ നിർബന്ധപ്രകാരം നമ്മൾ ഔട്ട് സൈഡിൽ പുകയില്ലാത്ത അടുപ്പ് വെച്ചിട്ടുണ്ട്. സോ ഇന്ന് ഞാനൊരു കണ്ടന്റ് എടുക്കാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ബേസിക്കലി ഞാൻ എന്തിനാണ് ഇന്ന് വീഡിയോ എടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അതായത് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വെളിച്ചെണ്ണ, നമ്മുടെ നാട്ടിൽ പൊതുവെ എങ്ങനെയാണ് ശുദ്ധമായ, പ്രത്യേകിച്ച് ഒരു കാര്യവും ചേർക്കാത്ത വീട്ടിലുണ്ടാക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വ്ലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എത്ര തേങ്ങ ചെറിച്ചേ? 8 നമ്മൾ 7 തേങ്ങ, 8 7 ഇത്രയും തേങ്ങ നമ്മൾ ചിരവി അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്തിട്ട് ഒറ്റടിക്ക് ഒഴിക്കാനും മാത്രം ഒറ്റടിക്ക് മാത്രം നമുക്ക് വെക്കാനുള്ള പാത്രമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. സോ അതിന് പാകപ്പെടുത്തി ലെയർ ബൈ ലെയർ, ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഒരു രീതിയിലാണ്, നമ്മുടെ ഒരു ഇതിനനുസരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ കൂടി. കണ്ടോ, ഇതിപ്പം കുറച്ചിങ്ങനെ കുറുകി വരുന്നുണ്ട് തേങ്ങാപ്പാൽ. ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവും. കണ്ടോ, ഇതിനെ നമ്മളെ നാട്ടിൽ പറയുന്നത് ഉരിയ എന്നാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല രസമാണ്, നല്ലൊരു സ്വീറ്റ് ഐറ്റമാണ്. നമ്മൾ പ്രത്യേകിച്ച് മധുരങ്ങളൊന്നും ഇടാണ്ട് ഒരു സ്വീറ്റ് ഐറ്റം ഇതിൽ നിന്ന് വരുന്നുണ്ട്. ആ ഒരു സാധനത്തിൻ്റെ ടേസ്റ്റ് പറയുന്നതിനേക്കാളൊക്കെ തിന്ന് തന്നെ മനസ്സിലാക്കണം. അത് അങ്ങനെയാണ്. അത് മാത്രമല്ല, പണ്ട് നമ്മൾ വീടുകളിൽ ഇങ്ങനെ ഒരുപാട് ഉണ്ടാക്കലായിരുന്നു. മാത്രമല്ല, നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, നമുക്ക് ആവശ്യത്തിനുള്ള ഈ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. പക്ഷേ ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കുന്ന പ്രൊസീജിയർ ആയതുകൊണ്ട് പലരും അതിനെ സ്കിപ്പ് ചെയ്ത് കടകളിലൊക്കെ വാങ്ങിക്കും. അപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ വാങ്ങിക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഗ്രൂപ്പ് ഉണ്ടാവും. ഇപ്പം ദീപശ്രീ ഗ്രൂപ്പുകാർ, അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ കുറച്ച് ഗ്രൂപ്പ് ഉണ്ടാവും ഇങ്ങനെ ഇതിനു വേണ്ടി, ഇങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നെയ്യ് ഉണ്ടാക്കുന്നത്, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന കുറച്ച് ടീംസ് ഉണ്ടാവും. അവരുണ്ടാക്കും, കടകളിൽ വെക്കും, നമ്മളത് വാങ്ങിക്കും. അങ്ങനെ, കാരണം ഈ പ്രൊസീജിയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ കൂടിയും നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതും ശുദ്ധമായ വെളിച്ചെണ്ണ ആണെന്ന് നമുക്ക് 100% പറയാൻ പറ്റും. ലക്ഷദ്വീപിൽ നിന്നാണെന്നുണ്ടെങ്കിൽ കേട്ടോ. പുറത്തത്തെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, കേരളത്തിലെ അവസ്ഥകളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളെ ലക്ഷദ്വീപിനെ കുറിച്ചുള്ള ടോട്ടലായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ, ഞാനിവിടെ പറഞ്ഞായിരുന്നു ഒരു ഉരിയ എന്ന് പറയുന്ന ഒരു സാധനം. ഞാനത് ആയിക്കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഫോട്ടോ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ആ സാധനത്തിന് ചെറിയൊരു ബ്രൗൺ കളറായിട്ടാണ് സാധനം വരുന്നത്. ഇത് സാധനം കഴിക്കാൻ നല്ല രസമാണ്, നല്ല ടേസ്റ്റുമാണ്. പൊതുവെ അങ്ങനെ ഞാൻ പുറത്തൊന്നും, നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് തിന്നാൻ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ അയൽവാസികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മുടെ ബന്ധുക്കൾ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ കിട്ടും. അല്ലാണ്ട് നമുക്ക് കടകളിലൊന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ല. പക്ഷേ കഴിഞ്ഞ കൊല്ലം ഞാനിങ്ങനെ അതെവിടെ നിന്നായിരുന്നു, അമിനിയിൽ ത്രോ ബോൾ കളിക്കാൻ പോയ സമയത്ത് ചെറിയൊരു പാക്കറ്റായിട്ട് ഈ സാധനം വിൽക്കുന്നത് കണ്ട്. ആക്ച്വലി അതൊരു നല്ലൊരു അടിപൊളി പരിപാടി. ചെറിയൊരു ടിന്നാണ്, ചെറിയ ടിന്ന്, എത്രയുള്ള 30-40 രൂപയെന്ന് തോന്നുന്നു ആ ഒരു ടിന്നിന് തന്നെ. പക്ഷേ ആ സാധനം നല്ല വേർത്തായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊതുവെ ഈ സാധനത്തിന് നല്ല ടേസ്റ്റാണ്, അത് കഴിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവും. പക്ഷേ ഇത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ മാത്രം കിട്ടുള്ളൂ. ഇതിൻ്റെ പ്രൊസീജിയർ ഇത്രയും വലുതായത് കൊണ്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കൽ കുറച്ച് ടാസ്ക്കാണ്, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ സാധനം ഇവിടെ തിളച്ച് ഇങ്ങനെ കുറുകിയിട്ടാണ് തേങ്ങാപ്പീര. നമ്മളിതെങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ തേങ്ങാപ്പീരനെ പാൽ പിഴിഞ്ഞിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇതിനെ ഒഴിച്ചിട്ട് കുറുകി ഈ വെളുത്ത സാധനം കണ്ടോ, ഈ സാധനം ഇത് ബ്രൗൺ കളറായിട്ടാണ് നമുക്ക് തിന്നാൻ പറ്റുന്ന ഒരു പരുവത്തിലാക്കി വരുന്ന സാധനം. പുകയില്ലാത്ത അടുപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പുക മൊത്തം പുറത്താണ് ഗൈസ്. ഇവിടെ മഴക്കുള്ള കോളുണ്ട്, കാരണം നല്ല കാറ്റുമുണ്ട്. ഞാൻ ഈ സ്ഥലം മൊത്തത്തിൽ അങ്ങോട്ടേക്ക് കാണിക്കുന്നില്ല, ബിക്കോസ് ഈ ഒരു സ്ഥലം ഇങ്ങനെ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അതാ ഇല്ല തീശാലായി പോയിട്ട്
ഇത് ഇനിയിപ്പം ഇങ്ങനെ തന്നെ നമ്മൾ തുടരണം ഈ ഒരു പ്രോസസ്സ്. ഓക്കെ, ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ പോലെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നു, ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ കുറുക്കി കുറുക്കി വരും. ഇത് കുറുക്കി 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 കുറേ നേരം എടുക്കും. കുറേ നേരത്തെ പ്രൊസീജിയർ ആയത് കാരണമാണ് പലരും ഇത് ഉണ്ടാക്കാനായിട്ട് മടിക്കുന്നത്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശുദ്ധമായ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണ നമുക്കിവിടെ തയ്യാറായി കിട്ടും. സോ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയാണ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് ഏകദേശം രാവിലെ എത്ര മണിക്കുമാണ് സ്റ്റാർട്ട് ചെയ്തത്? 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു 12:30 ആയിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമുക്ക് എത്തിപ്പെട്ടത്. ഇനി കുറച്ച് ടൈം എടുക്കും. ഞാൻ എല്ലാത്തിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഈ ഒരു പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ടൈം എടുക്കുന്നു എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫുള്ള് കണ്ടു നോക്കുക. ആർക്കെങ്കിലൊക്കെ ചിലപ്പോൾ ഉപകാരപ്രദമായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. തൊട്ടോ അല്ല ഗായ്സ്, ഏകദേശം ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിട്ടില്ല, അടുത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ തെളിഞ്ഞിട്ടുള്ളത് നമ്മുടെ വെളിച്ചെണ്ണയാണ്, ഓയിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ തിന്നുന്ന സാധനം. ഓക്കെ, അപ്പം ഇനിയും കുറച്ചും കൂടി ഇതിൻ്റെ കളറ് കുറച്ചൊരു ബ്രൗൺ, ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഡാർക്കാണ്. അതുവരെ ഇത് തുടർന്ന് കിട്ടും. നമ്മളിപ്പം 7-8 തേങ്ങ പാല് പിഴിഞ്ഞതിൽ നിന്ന് നമുക്ക് ഇത്രയാണ് കിട്ടുക. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, എന്തോരം തേങ്ങ ഉണ്ടായിട്ട് മാത്രമേ നമുക്ക് അത്രയും ഓയിൽ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. വളരെ കുറച്ച് മാത്രമേ നമുക്കിതിൽ നിന്ന് കിട്ടത്തുള്ളൂ, ഇതിൻ്റെ പ്രൊസീജിയറിനൊക്കെ കഴിഞ്ഞിട്ട്. അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. ഇപ്പം ജസ്റ്റ് ഇതിൻ്റെ ഇടയിലൊരു സ്റ്റേജ് കണ്ടപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. കൊണ്ടോ, ഇതൊക്കെ നമ്മുടെ ഓയിലാണ്. ഇതൊക്കെ ഉരിയ. അപ്പം എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം.
തുപ്പരം കൂടിനോട്ട്. നമുക്ക് എടുക്കാനുള്ള പരുവ് ഏകദേശം ആയിട്ടുണ്ട്. നമ്മളിപ്പം സ്റ്റൗവിൽ നിന്ന് എടുക്കുന്നതായിരിക്കും, സോറി അടുപ്പത്തിൽ നിന്ന് എടുക്കുന്നതായിരിക്കും. ഇത്ര തുപ്പല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുക. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗായ്സ്.